നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി പുതിയ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കുവാനും ഒരുപക്ഷെ ഇതിൻ്റെ ഭാഗമായിട്ട് ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ ചിലർക്ക് 1 മണിക്കൂർ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളോ ചില ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റു ചിലർക്കാണെങ്കിൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാനുള്ള സങ്കല്പമൊക്കെ 6 മാസത്തിന് ശേഷമോ അല്ലെങ്കിൽ 9 മാസത്തിന് ശേഷമേ സാധിക്കുകയുള്ളൂ. അതായത് ജോലി സ്ഥലത്തിനോടനുബന്ധമായി താമസിച്ചും കൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളായിരിക്കും എന്നർത്ഥം. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും ആത്മാഭിമാനത്തിനും ആത്മവിശ്വാസത്തിനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില ജോലിക്കാർക്ക് അസ്വാരസ്യങ്ങളുണ്ടാകുമെങ്കിൽ പോലും സ്ഥാപനത്തിൻ്റെ മേൽഗതി അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് എന്ന സങ്കല്പത്തോടുകൂടി ഇങ്ങനെയുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭരണ സംവിധാനം അവലംബിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. സ്വാശ്രയ ജീവിതം ഒഴിവാക്കി അല്ലെങ്കിൽ പരാശ്രയം ഒഴിവാക്കിയിട്ട് സ്വാശ്രയമായിട്ടുള്ള ചില പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനിട വരുമെങ്കിൽ പോലും, അതായത് മറ്റൊരാളുടെ കീഴിലുള്ള ജോലി ഒഴിവാക്കി ചെയ്തു വരുന്ന പ്രവർത്തന മണ്ഡലങ്ങൾ തന്നെ സ്വന്തം നിലയിലായാലോ എന്ന തോന്നലുകളൊക്കെ പല വിദേശ രാജ്യത്തിലിരിക്കുന്നവർക്ക് പലർക്കും തോന്നാം. പക്ഷേ ജന്മനാട്ടിൽ അങ്ങനെയുള്ള ജോലി സമ്പ്രദായം അല്ലെങ്കിൽ തൊഴിൽ മേഖലകൾ വിജയിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലരും ജോലി രാജിവയ്ക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലം പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാനിട വരും. 1 വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പല പദ്ധതികളും ഏറ്റെടുക്കുവാൻ തീരുമാനിക്കുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ള കർമ്മമണ്ഡലങ്ങളൊന്നും തന്നെ ഏറ്റെടുക്കരുത്. എന്നാൽ മറ്റൊരാൾ സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ ഏറ്റെടുക്കുന്നതിൻ്റെ ഉപവിഭാഗമുള്ള പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുവാനൊക്കെ സാധിക്കും. വികസിത രാഷ്ട്രത്തിൽ സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി തീർത്തും അവിചാരിതമായിട്ട് ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളെ, അതായത് ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിൽ വന്നു ചേരുക എന്ന സങ്കല്പം, വന്നു പോവുക എന്ന സങ്കല്പമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൊണ്ട് മാതാപിതാക്കളെ വിദേശത്തേക്ക് വികസിത രാഷ്ട്രത്തിലേക്ക് മാസങ്ങളോളം താമസിക്കുവാനായിട്ട് ക്ഷണിക്കുവാനും അതിന് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഇടയുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും വിജയശതമാനം കുറവുള്ളതിനാൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിലൊന്നും പ്രവേശനം ലഭിക്കാൻ സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഒരുപക്ഷേ ഭാവിയിലേക്ക് ഏറ്റവും ജോലി സാധ്യതയുള്ള പാഠ്യപദ്ധതികൾ ഏത് വിദ്യാലയത്തിൽ പഠിച്ചാലും ഗുണകരമായി തീരും, ഭാവിയിലേക്ക് ജോലി സാധ്യതകളുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിദ്യാലയത്തിൽ ചേരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നഷ്ടങ്ങൾ സംഭവിക്കുവാനിടയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലഭിച്ച വിലയ്ക്ക് വിൽക്കുവാൻ തീരുമാനിക്കും. വാതനാഡീ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. വ്യവസ്ഥകൾ പാലിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇനി 1 വർഷത്തേക്ക്, അതായത് ജോലി സ്ഥലത്തു നിന്നും ചിലരെ പിരിച്ചുവിട്ടതിൻ്റെ വെളിച്ചത്തിൽ കീഴ്ജീവനക്കാരെ നിയമിക്കണം, അതാത് തസ്തികളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കണം എന്ന നിർദ്ദേശങ്ങളൊക്കെ മേലധികാരികൾക്കോ ഉടമസ്ഥർക്കോ നൽകുമെങ്കിൽ പോലും ഉടമസ്ഥരിൽ നിന്നും യാതൊരു പ്രതികരണവും ഇല്ലാത്തതിനാൽ സ്വന്തം ജോലി രാജിവെച്ചാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ മാതാപിതാക്കളുടെ നിർബന്ധത്താൽ ഇങ്ങനെയുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുവാൻ ഇടയുണ്ട്. അഴിമതി ആരോപണങ്ങൾ വന്നു ചേരുന്നത് വഴി ഒരുപക്ഷെ ഉള്ള സ്ഥലത്തു നിന്നും ദൂരദേശത്തേക്ക് ജോലി മാറ്റത്തിന് സാധ്യത കാണുന്നു. വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. പാരമ്പര്യ വിജ്ഞാനവും ആധുനിക സംവിധാനവും അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ
എല്ലാം എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ട് ചെയ്യുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനും മേലുദ്യോഗസ്ഥർ നിർദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുവാനും സാധിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുമോദനങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. പുതിയ ഭരണപരിഷ്കാരങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ 2-3 ആഴ്ച ഒരു മണിക്കൂർ വീതം കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾക്കും സാധ്യത കാണുന്നു. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുവാനും അന്തിമ നിമിഷത്തിൽ ഉദ്ദേശിച്ച സ്ഥലം തന്നെ രേഖാപരമായിട്ട് വന്നു ചേരുവാനും ഇടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരമുണ്ടാകും. ബന്ധുക്കൾക്കിടയിലുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ദൂരീകരിക്കുവാനായിട്ട് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനോ കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിശദമായിട്ടുള്ള ചർച്ചകൾ ചെയ്യുവാനോ സാധ്യതയുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം അനുവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സാംക്രമിക രോഗങ്ങളെ അതിജീവിക്കാൻ ഉപകരിക്കും. ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിൽ ഉദ്ദേശിച്ച പോലെ സ്ഥാന ഉയർച്ചകളോ അല്ലെങ്കിൽ സാമ്പത്തികമായുള്ള നിലനിൽപ്പോ വളരെ കുറവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം പരിവർത്തനങ്ങൾ തയ്യാറാകുവാനും തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. വസ്തുനിഷ്ഠമായി പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടും സ്വതന്ത്രമായിട്ടും ഏറ്റെടുക്കുവാനും കർമ്മമണ്ഡലങ്ങളൊക്കെ അവലംബിക്കുവാനും തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ടും അല്ലെങ്കിൽ സ്വല്പം ജീർണാവസ്ഥകളൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്തായാലും ഭക്ഷണപദാർത്ഥങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ്. അതിലുപരി ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കുവാനായിട്ട് പ്രകൃതി ഭക്ഷണ രീതികൾ അവലംബിക്കുവാൻ തീരുമാനിക്കുവാനും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ഇനി മുതൽ ഒരു വർഷത്തേക്ക് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ വേണം. കുടുംബപരമായിട്ടും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും കാർഷികമായിട്ടുള്ള മേഖലകളിലൊക്കെ വളരെ ശ്രദ്ധ വേണം എന്ന നിർദ്ദേശം അനുഭവജ്ഞാനമുള്ളവരിൽ നിന്ന് സ്വീകരിക്കുവാനും അതിന് തക്കവണ്ണം എല്ലാം ക്രമീകരിക്കുവാനും വളരെ മിതത്വം പാലിച്ചും കൊണ്ടും എല്ലാ കാര്യങ്ങളെയും ഗ്രഹിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ചെയ്യാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഒരുപക്ഷെ നിലവിലുള്ള വ്യാപാരം വിപുലീകരിച്ചാലോ എന്ന തോന്നലുകൾ കഴിഞ്ഞ ഒരു വർഷമായിട്ടുണ്ടായിരുന്നു. അതായത് സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊക്കെ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ വിപുലീകരിച്ചാൽ പോലും ആ പണം മുതൽ മുടക്കുന്നതിന് അനുസൃതമായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം, വിൽപ്പന എന്നിവ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിന് പുറമെ മറ്റൊരു ഗ്രഹം വാങ്ങിക്കുവാനായിട്ട് അന്വേഷണം ആരംഭിക്കുവാനും എന്നാൽ പല ഭൂമികൾക്കും ചെരുവുണ്ട് അല്ലെങ്കിൽ തിരിവുള്ള ഒരു ഭൂമിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് പലതും ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ചിന്തകൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും യുക്തിപൂർവമല്ലാത്തത് കൊണ്ട് ചിലതെല്ലാം ഒഴിവാക്കുവാനിടയുണ്ട്. പല ദിവസങ്ങളിലും ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതിൻ്റെ വെളിച്ചത്തിൽ ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളെക്കാൾ ഉപരി തൊഴിൽ മേഖലയിലുള്ള സമ്മർദ്ദമാണ് ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലിൻ്റെ സമയദൈർഘ്യം സ്വല്പം കുറയ്ക്കുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ ജൂൺ മാസത്തിൽ മാത്രമായിരിക്കുകയില്ല, ഇതൊരു തുടക്കമാണ്. ഒരു വർഷത്തേക്ക് ഇങ്ങനെ
ഇങ്ങനെ തൊഴിൽ മേഖല തുടരേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുതിയതായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക ദുരുപയോഗം കുറയ്ക്കുവാനായിട്ട് സാമ്പത്തികമായുള്ള വിഭാഗത്തിൽ വളരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനിടയുണ്ട്. വിദേശ പര്യടനത്തിന് അവസരങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും ആ വിദേശ പര്യടനത്തിൻ്റെ ഒരു അനുഭവ നേട്ടം അത്ര തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 1-2 മാസത്തേക്ക് മാറ്റി വയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പും തൃപ്തികരമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ വന്നതിൻ്റെ വെളിച്ചത്തിൽ പക്ഷേ ഈ ഒരു വർഷം അത്ര തന്നെ ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദീർഘകാല കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പലർക്കും ഒരു പുനരധിവാസത്തിന് പ്രയത്നിക്കുവാനും അന്തിമ നിമിഷത്തിൽ അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. നീതിയുക്തമായിട്ടുള്ള സമീപനം സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കും. ദീർഘവീക്ഷണത്തോടുകൂടിയും സമഗ്രമായിട്ടുള്ള ചിന്തകളോടുകൂടിയും പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. ഇൻ്റർവ്യൂ, പരീക്ഷ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ തൃപ്തികരമാകും വിധത്തിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയും വാഹനോപയോഗവും തീർത്തും ഒഴിവാക്കേണ്ടതാണ്. ദേഹത്തിന് തളർച്ച ഉണ്ടാകുമോ എന്ന ധാരണയുള്ളതിനാൽ വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി എന്ന നിർദ്ദേശങ്ങൾ വൈദ്യനിർദ്ദേശത്താൽ അതിനുവേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ഉത്തേജന മരുന്നുകൾ പോലും ഒഴിവാക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനും സാധ്യത കാണുന്നു. സുദീർഘമായുള്ള ചർച്ചകൾ വേണ്ടി വരുവാനിടയുള്ളതുകൊണ്ട് ആഴ്ചയിൽ 2-3 ദിവസങ്ങളിൽ വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും കുടുംബാംഗങ്ങൾ പറയും മറ്റ് ജോലികളൊക്കെ അപേക്ഷിച്ചാലോ എന്നൊക്കെ ജീവിത പങ്കാളി പറയുമെങ്കിൽ പോലും നിലവിലുള്ളത് ഉപേക്ഷിച്ചാൽ ഇതിനോട് തത്തുല്യമായിട്ടുള്ള അംഗീകാരങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് പെരുമാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും അവിടുത്തെ നിത്യച്ചെലവ് പ്രതീക്ഷിച്ചതിലുപരി നിത്യച്ചെലവ് വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ അത് അനുഭവപ്രാപ്തി വരുമോ എന്ന ധാരണയോടുകൂടി തന്നെ തൽക്കാലം ചിലതെല്ലാം മാറ്റിവെക്കുവാനോ തൽക്കാലത്തേക്ക് അത് പ്രതികരിക്കാതിരിക്കുവാനോ സാധ്യത പോലും കാണുന്നതുമുണ്ട്. നീതിയുക്തമായുള്ള സമീപനം സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കാനിടവരും. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനിടയുള്ളതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. വാഗ്ദാനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കും. പുതിയ കരാർ ജോലികളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾ വിലയിരുത്തി കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കുവാൻ തീരുമാനിക്കും. ബൃഹത് പദ്ധതികളെ ഉപേക്ഷിച്ച് ചെറിയ പദ്ധതികളൊക്കെ തുടക്കം കുറിക്കുവാനോ ഏറ്റെടുക്കുവാനോ സാധ്യതയുണ്ട്. സ്വാർത്ഥ താല്പര്യം മറന്ന് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് വഴി ഉടമസ്ഥരിൽ നിന്നും മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ദേഹപരമായിട്ടുള്ള പലവിധത്തിലുള്ള സ്വാസ്ഥ്യങ്ങൾക്കും വ്യായാമം, യോഗയൊക്കെ പരിശീലിക്കുവാനും തുടക്കം കുറിക്കുവാനോ അല്ലെങ്കിൽ പരിശീലിക്കുവാനോ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനോ സാധ്യത കാണുന്നു. മനസ്സിന് വിഷമമുണ്ടാകുന്ന പല കാര്യങ്ങളും ബന്ധുമിത്രാദികളിൽ നിന്നും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും പ്രതികരിക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും നന്നാവുക. ബോധവൽക്കരണ
മായിട്ടുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും ചർച്ചകളൊക്കെ നടത്തുന്നതിൻ്റെ ഒരു നേതൃത്വ സ്ഥാനം വഹിക്കുവാനും പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയായിട്ട് അവതരിപ്പിക്കാനും സാധിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗമുണ്ട്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമുണ്ടെങ്കിൽ അതിനുവേണ്ടി പുറപ്പെടാവൂ. അല്ലാത്ത പക്ഷം ആദ്യം അതിനൊരു തടസ്സങ്ങൾ വന്ന് ചേരുവാനിടയുണ്ട്. ഇങ്ങനെ വിദഗ്ധമായിട്ടുള്ള അന്വേഷണം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിലയിരുത്തി തൽക്കാലത്തേക്ക് പുനർനിർമ്മിക്കാൻ അല്ലെങ്കിൽ പുനരാരംഭിക്കാം എന്നുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലം പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അഗ്നി, ആയുധം, ധനം, വാഹനം ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം എന്നുകൂടിയാണ് രോഹിണി നക്ഷത്രക്കാരുടെ ഈ ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.